എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പ്ലസ് വണ്ണിലെ ബോട്ടണി പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്, നിങ്ങൾ ആ യൂണിറ്റ്സ് നോക്കിയാൽ അറിയാൻ പറ്റും, അത് പഠിച്ച് നിർത്തിയതിൻ്റെ അടുത്ത യൂണിറ്റായിട്ടാണ് നമ്മുടെ പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് റീപ്രൊഡക്ഷൻ എന്ന യൂണിറ്റ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ബോട്ടണിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ആ ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത്, നമുക്കവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, ഇവിടെ പ്ലാന്റ്സ് എന്നല്ല പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഓർഗാനിസങ്ങളെ കുറിച്ച്, അവയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ പ്ലാന്റ്സും വരാം ആനിമൽസും വരാം, രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മാത്രം അരിച്ചു പെറുക്കിയെടുത്താണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് പോലും വേസ്റ്റ് അല്ല. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓരോ സെന്റൻസിലും നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഭാഗമാണ് ലൈഫ് സ്പാൻ. എന്താണ് ലൈഫ് സ്പാൻ? ലൈഫ് സ്പാൻ, ലൈഫ് സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത കാലഘട്ടം. ഓക്കെ, ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ എന്താണ്? ജീവിത കാലഘട്ടം. ഏതൊരു ലിവിങ് ഓർഗാനിസത്തെ എടുത്താലും, അതായത് ഭൂമിയിലുള്ള ഏതൊരു ലിവിങ് ഓർഗാനിസത്തെ എടുത്താലും അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കും, ഒരു ജീവിത കാലഘട്ടം ഉണ്ടായിരിക്കും. അപ്പൊ ചോദിക്കും, എന്താണ് ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിത കാലഘട്ടം? ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത്. എന്താണ്? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത്. പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത്. ഓക്കെ, അപ്പോ എന്താണ് ലൈഫ് സ്പാൻ? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫില് ബർത്ത്, ഡെത്ത്, ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നാച്ചുറൽ ഡെത്ത് എന്നാണ് പറയുന്നത്. എന്ത് ഡെത്താണ്? നാച്ചുറൽ ഡെത്ത്. അപ്പോ ഒരു ഓർഗാനിസം ജനിക്കുന്നു, അതായത് ഭൂമിയിലേക്ക് വന്നു, ഫസ്റ്റ് ഫോംഡ്, അതാണ് ജനനം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോം ചെയ്യുന്നു, അതായത് ഭൂമിയിലേക്ക് വരുന്നു, ജനിക്കുന്നു, ബർത്ത് നടക്കുന്നു. അതിനുശേഷം അതിൻ്റെ ലൈഫ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കുഞ്ഞായിരിക്കും അല്ലേ, എന്നിട്ട് ഗ്രോ ചെയ്ത് വളർന്ന് മെച്ചുവർ ആകുന്നു. ഇത് മെച്ചുവറായി കഴിഞ്ഞിട്ട് പിന്നീട് റീപ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്നു. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് അത് പതുക്കെ എന്തിലോട്ട് പോകുന്നു? ഓൾഡ് ഏജിലേക്ക് പോകുന്നു അല്ലേ, നമ്മൾ വയസ്സാകുന്നു എന്ന് മലയാളത്തിൽ പറയും. ഓൾഡ് ഏജിലേക്ക് പോകുന്നു. അങ്ങനെ ഓൾഡ് ഏജിലേക്ക് പോയി അതിൻ്റെ ആരോഗ്യമൊക്കെ നശിച്ച് അതെന്ത് ചെയ്യുന്നു? സ്വാഭാവികമായി മരണത്തിന് കീഴടങ്ങുന്നു. ഓക്കെ, അപ്പോ ഇതാണ് അങ്ങനെ ആരോഗ്യമൊക്കെ നശിച്ച് ഓൾഡ് ഏജിലേക്ക് പോയി, എന്താണ്, ആരോഗ്യമൊക്കെ ഇല്ലാതെയായി, ഊർജമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ അവസാനം നാച്ചുറൽ ആയിട്ട് മരണത്തിന് കീഴടങ്ങുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോ ബർത്തിനും നാച്ചുറൽ ഡെത്തിനും ഇടയിൽ ആ ജീവി ഭൂമിയിൽ എത്ര നാള് നിലനിന്നിരുന്നോ ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ സൂയിസൈഡ് ഇല്ല. എന്തൊക്കെയില്ല? സൂയിസൈഡ് പറ്റത്തില്ല, ആക്സിഡന്റ് ആയിട്ട്, അതായത് അപകട മരണങ്ങൾ പറ്റത്തില്ല, പിന്നെ കൊലപാതകങ്ങൾ പറ്റത്തില്ല. ഇതൊന്നും ഇവിടെ പറയുന്നില്ല. അതൊന്നും എന്തല്ല?
നാച്ചുറൽ ഡെത്ത് അല്ല. അത് ക്ലിയർ ആണല്ലോ. ഇപ്പൊ നാച്ചുറൽ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വളർന്ന് വലുതായി മെച്ചുവറായി പിന്നീട് പതുക്കെ പതുക്കെ ഓൾഡ് ഏജിലേക്ക് പോയി സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യുന്നു? നാച്ചുറലി മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെയുള്ള ഡെത്താണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിലെ ബർത്തിനും നാച്ചുറൽ ഡെത്തിനും ഇടയിലുള്ള പീരീഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യർക്ക് ലൈഫ് സ്പാൻ ഉണ്ട് ഇല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഉറുമ്പിനെ എടുത്താൽ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ഒരു കാക്കയെ എടുത്താൽ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ഒരു മാംഗോ ട്രീ എടുത്താൽ അതിനൊരു ലൈഫ് സ്പാൻ ഉണ്ട്. അങ്ങനെ ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? ലൈഫ് സ്പാൻ ഉണ്ട്. ഓക്കെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിൽ കുറച്ച് ഓർഗാനിസങ്ങളുടെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ലൈഫ് സ്പാൻ ഒക്കെ ഫില്ല് ചെയ്യാൻ 1-2 എണ്ണമൊക്കെ അതിൽ തന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ തന്നിട്ടുണ്ട് അല്ലേ? 1 to 2 വീക്സ് ഒരു ബട്ടർഫ്ലൈ ജനിച്ചു, അതിനുശേഷം നാച്ചുറലി എത്ര നാൾ ജീവിച്ചിരിക്കും? 1 to 2 വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ തന്നിട്ടുള്ളതാണ് ക്രോയുടെ 15 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാരറ്റ് 140 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോർട്ടോയിസിന്റെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര? 100 to 150 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ ആണ്. പിന്നെ ഒരു കാര്യം, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ടൈം അല്ല കേട്ടോ. ഒരു എക്സാക്റ്റ് ടൈം അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞു 50 ഇയേഴ്സ്. ഓരോ 15 വർഷം ആകുമ്പോഴും കാക്കകളെല്ലാം കറക്റ്റ് 15ാമത്തെ വർഷം ആകുന്ന ദിവസം മരിച്ചു പോകുമെന്നല്ല. ഓക്കെ. അതായത് ഓൾമോസ്റ്റ് അത്രയും നാള് ജീവിച്ചിരിക്കും എന്ന ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. അല്ലാതെ ആ ദിവസം കറക്റ്റ് ആ വർഷം ആ ദിവസം തികയുന്ന സമയത്ത് മരിക്കും എന്നൊന്നുമല്ല കേട്ടോ. അതായത് എല്ലാ ഓർഗാനിസങ്ങൾക്കും ഇതുപോലെ ആവണമെന്നില്ല. ചിലർ ചെറിയ വേരിയേഷൻ, ചിലരെന്ത് ചെയ്യും, ആ പറയുന്ന ഒരു ടൈം പീരീഡിന് കുറച്ച് മുൻപ് മരിച്ചു പോകുന്നതുണ്ട്. ചിലത് എന്ത് ചെയ്യും, ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുന്നതുണ്ട്. ചിലത് ആ പീരീഡൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഇരിക്കുന്നതും ഉണ്ട്. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്മൾ എന്താണ് ഒരു ആവറേജ് എടുത്തിട്ട് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് അങ്ങ് പറയുന്നതാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ലൈഫ് സ്പാൻ എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നീട് ലൈഫ് സ്പാനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി കുഞ്ഞു ജീവി കുറച്ച് നാൾ ജീവിച്ചിരിക്കും, വലിയ ജീവി കൂടുതൽ നാൾ ജീവിച്ചിരിക്കും, അങ്ങനൊന്നുമില്ല കേട്ടോ. ഓർഗാനിസത്തിന്റെ ബോഡിയുടെ സൈസും ലൈഫ് സ്പാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 50 ഇയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ക്രോയുടെ ഏകദേശം സൈസ് ഉള്ളത് തന്നെയാണ് പാരറ്റ്. പക്ഷെ പാരറ്റ് എത്ര നാൾ ഇരിക്കും? 140 ഇയേഴ്സ്, 140 വർഷം വരെ ഇരിക്കും അല്ലേ? നമ്മളൊരു പാരറ്റിനെ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയാലും പാരറ്റ് അവിടെ കൂട്ടിൽ തന്നെ കാണും. മനസ്സിലായോ? അതാണ്, അത്രയും നാൾ ജീവിച്ചിരിക്കും. എന്നാൽ നമ്മുടെ ക്രോയുടെയും പാരറ്റിന്റെയും സൈസ് ഒരുപോലെയാണ്, ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഓർഗാനിസത്തിന്റെ സൈസും ലൈഫ് സ്പാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ക്ലിയർ? പിന്നെ നിങ്ങൾക്ക് ആ ഒരു അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട്സിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട് ഫ്ലൈയുടെ ഏകദേശം 20 മുതൽ 30 ഡേയ്സ് ആണ്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ഓരോ ഓർഗാനിസത്തിന്റെയും അവിടെ തന്നിരിക്കുന്ന ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നീട് കൗവിന്റെ ഉണ്ട്. കൗ ഓൾമോസ്റ്റ് 22 ഇയേഴ്സ് വരെയാണുള്ളത്. ഡോഗിന്റെ ഉണ്ട് 50 to 30 ഇയേഴ്സ് ആണ്. ക്രോക്കഡൈലിന്റെ 60 ഇയേഴ്സ് ആണ്. ഹോഴ്സിന്റെ 60 ഇയേഴ്സ് ആണ്. എലിഫന്റിന്റെ 65 ഇയേഴ്സ് ആണ്. റൈസ് പ്ലാന്റിന്റെ 3 to 7 മന്ത് ആണ്. അതുപോലെ തന്നെ ബനാന ട്രീ അതിന്റെ 2 to 3 ഇയേഴ്സ് ആണ്. റോസ് പ്ലാന്റ്, റോസാ ചെടി, അതിന്റെ എന്ന് പറയുന്നത് 5 to 8 ഇയേഴ്സ് ആണ്. ബെന്യൻ ട്രീ 200 ഇയേഴ്സ് അത്രയൊക്കെ പോവും. ചിലത് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവും. അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോ എന്താണ് ലൈഫ് സ്പാൻ എന്ന് മനസ്സിലായല്ലോ. എന്താണ് ലൈഫ് സ്പാൻ? നോട്ട് ചെയ്തോ. എന്താണ്? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ് ലൈഫ് സ്പാൻ? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏത് ജീവിയും ജനിച്ചാൽ
മരിക്കും അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ജനനമുണ്ടെങ്കിൽ മരണവും ഉണ്ട്. പക്ഷേ മരണമില്ലാത്ത കുറച്ച് ജീവികളുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ട് ഡെത്ത് ഉണ്ടാകാത്ത കുറച്ച് ജീവികളുണ്ട്. അത് അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. ഓക്കെ, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരു കോശം മാത്രമുള്ള ജീവികൾ, ഏകകോശ ജീവികൾ, അവർക്ക് എന്തില്ലെന്നാണ് പറയുന്നത്? മരണമില്ല എന്നാണ് പറയുന്നത്. അതായത് നാച്ചുറൽ ഡെത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ അവയ്ക്ക് എന്താണ് മരണമില്ലാത്തത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ എടുത്തു നോക്കിയേ. ഇതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം വളരുന്നു, ഗ്രോ ചെയ്യുന്നു, ഗ്രോ ചെയ്ത് വലുതായി മെച്യൂർ ആകുന്നു. മെച്യൂർ ആയി കഴിയുമ്പോൾ ആ മെച്യൂർ സ്റ്റേജിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഡിവൈഡ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നു? പുതിയ 2 ഓർഗാനിസങ്ങളായിട്ട് മാറുന്നു. ക്ലിയർ? അതായത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം മെച്യൂരിറ്റിയിൽ മെച്യൂർ ആയി കഴിയുമ്പോൾ, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? സെൽ ഡിവിഷന് വിധേയമാകുന്നു. എന്തിനു വിധേയമാകുന്നു? സെൽ ഡിവിഷന് വിധേയമാകുന്നു. എന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു? 2 പുതിയ ഓർഗാനിസങ്ങളായിട്ട് മാറുന്നു. അയ്യോ, പുതിയതെന്ന് വെച്ചാൽ വേറെ ഓർഗാനിസം ഒന്നല്ല, ഏത് ജീവിയാണോ ഡിവൈഡ് ചെയ്തത് അതേ ജീവിയുടെ തന്നെ പുതിയ 2 ഓർഗാനിസം. ഇപ്പൊ അമീബ ആണെങ്കിൽ, അമീബ സിംഗിൾ സെൽഡ് അല്ലേ? അപ്പൊ അമീബ ആണെങ്കിൽ 2 കുഞ്ഞ് അമീബകൾ ഉണ്ടാവുന്നു. ബാക്ടീരിയ ആണെങ്കിൽ 2 കുഞ്ഞ് ബാക്ടീരിയകൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോ ഏത് ഓർഗാനിസം ആണോ അത് എന്ത് ചെയ്യുന്നു? പുതിയ 2 ഓർഗാനിസങ്ങളായിട്ട് മാറുന്നു. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഓർഗാനിസം, ഇവിടുത്തെ ആ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം വളർന്നു, മെച്യൂറായി, റീപ്രൊഡക്ഷൻ നടത്തി, ഓൾഡ് ഏജിൽ പോയി വയസ്സായിട്ടാണോ മരിക്കുന്നത്? ആണോ? അല്ല. അതുകൊണ്ടാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങൾക്ക് എന്തില്ലെന്ന് പറയുന്നത്? നാച്ചുറൽ ഡെത്ത് ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ബർത്ത് ഉണ്ട് അല്ലേ? പുതിയൊരു സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ സെല്ലില് എന്താ, നമ്മുടെയൊക്കെ ബോഡിയിൽ എപ്പോഴും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെൽ ഉണ്ടാകും, അത് ഡിവൈഡ് ചെയ്ത് അടുത്ത സെൽ ഉണ്ടാകും, ഇങ്ങനെ പോകും. എന്നാൽ ഇവിടെ അതിന്റെ ബോഡിയിലെ സെല്ല് ഒരു തവണ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗാനിസം പിന്നെ ഇല്ല. അതെന്തായിട്ട് മാറി? പുതിയ 2 ഓർഗാനിസങ്ങളായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓർഗാനിസത്തിന് നാച്ചുറൽ ഡെത്ത് വന്നു എന്ന് പറയാൻ പറ്റുമോ? മരണം സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അതെന്തായിട്ട് മാറി? പുതിയ 2 ഓർഗാനിസങ്ങളായിട്ട് മാറി. അതുകൊണ്ട് സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങൾക്ക് നാച്ചുറൽ ഡെത്ത് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങൾക്ക് നാച്ചുറൽ ഡെത്ത് ഇല്ലെന്ന് പറയുന്നതിന് കാരണം എന്താണ്? In the case of unicellular organisms, they grow and mature and divided to form 2 daughter cells. ഗ്രോ ചെയ്ത് മെച്യൂർ ആയിട്ട് അത് എന്തായിട്ട് മാറുന്നു? ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. These daughter cells again grow and become mature and divide into 2 daughter cells. അവരും എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു, മെച്യൂർ ആകുന്നു, ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. There is no natural death. അവിടെ എന്തില്ല? ഓർഗാനിസങ്ങൾക്ക് എന്തില്ല? നാച്ചുറൽ ഡെത്ത് ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കാം. സിംഗിൾ സെൽഡ് ഓർഗാനിസം ഹാവ് നോ നാച്ചുറൽ ഡെത്ത്. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് have no natural death. സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങൾക്ക് എന്തില്ല? നാച്ചുറൽ ഡെത്ത് ഇല്ല. അപ്പോൾ പഠിക്കേണ്ട ഫസ്റ്റ് 2 പോയിന്റ്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്താണ് പഠിച്ചത്? ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ജീവിത കാലഘട്ടം. ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഇനി
In the case of single-celled organism, അല്ലെങ്കിൽ in the case of unicellular organisms, they have no natural death. അവർക്ക് എന്തില്ല? നാച്ചുറൽ ഡെത്ത് ഇല്ല. അത്രയാണ് നമുക്ക് ലൈഫ് സ്പാൻ്റെ ആ ഒരു ടോപ്പിക്കിന്റെ താഴെ പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. പഠിക്കാനൊക്കെ എന്താണ്, വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഒരുപാടുണ്ട്. അതായത് ചെറിയ ചെറിയ ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ലൈഫ് സ്പാൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ, ഓക്കെ, റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്താണ്? റീപ്രൊഡക്ഷൻ ഒരു ഡെഫിനിഷൻ വേണ്ടേ? എന്താണ് റീപ്രൊഡക്ഷൻ എന്ന പ്രക്രിയ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് നമ്മൾ പറയും? ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ്സ്. ആ പ്രോസസ്സിൽ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ്സ്. ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിമിലർ ടു ഇറ്റ് സെൽഫ്. ആ ഓർഗാനിസത്തിന്റെ പോലെ തന്നെയുള്ള ഓഫ്സ്പ്രിങ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. അതായത് എന്താണ്? നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ആ പ്രോസസ്സിൽ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ഓർഗാനിസംസ് വിച്ച് പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ്സ്. ഓഫ്സ്പ്രിങ്സ് എന്നാണ് നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളെ പറയുന്നത് കേട്ടോ. ഓഫ്സ്പ്രിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ യങ് വൺസ്. അതാണ് ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ദെയർ ഓഫ്സ്പ്രിങ്സ്. ഓർഗാനിസം എന്ത് ചെയ്യുന്നു? അതിന്റെ ഓഫ്സ്പ്രിങ്സിനെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ, അതിന്റെ യങ് വൺസിനെ, അതിന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ആ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണ്? ദേ ആർ സിമിലർ ടു ഇറ്റ് സെൽഫ്. സിമിലർ ടു ഇറ്റ് സെൽഫ്. നമ്മുടെ പാരന്റ് ഓർഗാനിസവുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഡോഗ് റീപ്രൊഡക്ഷൻ നടത്തിയാൽ അടുത്ത ഒരു ഡോഗാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ആ ഡോഗിന്റെ അതേപോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമ്മളിൽ റീപ്രൊഡക്ഷൻ നടന്നാൽ നമ്മളെ പോലെയുള്ള ഒരു യങ് വൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു റോസാ ചെടി, അതിൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ചെടി എങ്ങനെയാണോ അതുപോലെ ഒരു ചെടി ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് പാരന്റിന് സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് റീപ്രൊഡക്ഷൻ? ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട അടുത്ത ഡെഫിനിഷൻ ആണ്. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ഇറ്റ്സ് യങ് വൺസ്. ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? അവരുടെ യങ് വൺസിനെ അല്ലെങ്കിൽ അവരുടെ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓഫ്സ്പ്രിങ്സിന്റെ പ്രത്യേകത എന്താണ്? സിമിലർ ടു ഇറ്റ് സെൽഫ്. നമ്മുടെ പാരന്റ് ഓർഗാനിസത്തിന് സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്തത് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, നമുക്ക് അവിടെ കാണാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്?
ഓക്കെ, റീപ്രൊഡക്ഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് അതിന്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ചു, ഏതൊരു ലിവിങ് ഓർഗാനിസവും അല്ലെ, ഏതൊരു ഓർഗാനിസവും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നാൾ എന്ത് ചെയ്യും? മരിക്കും അല്ലെ. ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നാൾ അത് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും. അപ്പോ ഒരു ഓർഗാനിസം ഭൂമിയിലേക്ക് ജനിച്ചു വന്നു, അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? നാച്ചുറൽ ഡെത്തിന് വിധേയമാകും, മരണത്തിന് വിധേയമാകും, ഭൂമിയിൽ നിന്ന് പോകും. ആ ഓർഗാനിസം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്താണ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതിന്റെ വംശം എന്നേക്കുമായി ഭൂമിയിൽ നിന്നും പോകാൻ പാടില്ല. മനസ്സിലായോ? അതായത് ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാന ജനിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞ് കുറേ നാൾ അത് ജീവിച്ചു, അത് കഴിഞ്ഞത് മരിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞാൽ ആന എന്ന ജീവിയുടെ ഒരു വർഗം നമ്മുടെ ഭൂമിയിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല? അപ്രത്യക്ഷമാകാൻ പാടില്ല, എന്നേക്കുമായി ഇല്ലാതാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഓരോ ഓർഗാനിസങ്ങളും എന്ത് ചെയ്യുന്നു? അതിന്റെ ലൈഫ് സ്പാനിൽ അല്ലെങ്കിൽ ലൈഫ് ടൈമിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. ഓക്കെ, എല്ലാ ഓർഗാനിസങ്ങളും എന്ത് ചെയ്യുന്നു? അതിന്റെ ലൈഫ് ടൈമിൽ എന്ത് ചെയ്യുന്നു? റീപ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പോ ലൈഫ് ടൈമിൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ അത് എന്ത് ചെയ്യും? അടുത്ത യങ് വൺസിന് ജന്മം കൊടുക്കും. അപ്പോ ഈ ഓർഗാനിസം നാച്ചുറൽ ഡെത്തിന് വിധേയമായാലും അതിന്റെ വംശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഇല്ല, അടുത്ത യങ് വൺസ് വംശം നിലനിർത്തുന്നുണ്ട്. ആ യങ് വൺസ് എന്ത് ചെയ്യും? ഇതേപോലെ ഗ്രോ ചെയ്യും, മെച്ചുവർ ആകും, അവര് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞാലും അവരുടെ വംശം അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അടുത്ത യങ് വൺസ് ഉണ്ട്. ഇങ്ങനെ ഒരു ജീവി വർഗത്തിന്റെ വംശത്തെ ഭൂമിയിൽ നിലനിർത്താൻ സഹായിക്കുന്നത് ഏത് പ്രോസസ്സാണ്? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സാണ്. അതാണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പൊ എന്താണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അതാണ് പോയിന്റ്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. Helps to maintain continuity of species generation after generation. Okay, it helps to മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. എന്തിനു സഹായിക്കുന്നു? സ്പീഷീസ് കണ്ടിന്യൂറ്റിക്ക് സഹായിക്കുന്നു. അതായത് തലമുറകളെ ഭൂമിയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നു. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, ഓരോ തലമുറകൾ കഴിഞ്ഞു പോയാലും ഒരു ജീവിവർഗത്തെ, ആ ജീവിവർഗത്തിന്റെ, ആ സ്പീഷീസിന്റെ ഭൂമിയിലെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ നിലനിൽപ്പിന് സഹായിക്കുന്നു. അതാണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്. പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോ എന്താണ് റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് their young ones similar to itself. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ഇറ്റ് ഇനേബിൾസ് the continuity of species generation after generation. തലമുറകൾ എത്ര കഴിഞ്ഞു പോയാലും ഒരു ജീവിവർഗത്തിന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് സഹായിക്കുന്നത് ആരാണ്? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ അത്രയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഞാൻ പോയിന്റ്സ് ആയിട്ടാണ് ബോർഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ്സ് ഓരോന്നും നോട്ട് ചെയ്യുക, അത് അതുപോലെ പഠിക്കുക. അല്ല, ഒരുപാടൊന്നും നമുക്ക് ഡീപ്പായിട്ട് വലിച്ചു വാരി പഠിക്കാനൊന്നുമില്ല. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ക്ലിയർ? അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ആണ്. റീപ്രൊഡക്ഷനെ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ? ഒന്നാമത്തേതാണ് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തേതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേതാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷനെ നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ് ഫ്രം എ സിംഗിൾ പാരന്റ്. പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ് ഫ്രം എ എവിടെ നിന്നാണ്? സിംഗിൾ പാരന്റ്. കണ്ടോ, ഒരു സിംഗിൾ പാരന്റിൽ നിന്നായിരിക്കും ഇവിടെ എന്ത് നടക്കുന്നത്? ഓസ്പ്രിങ്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഇനി എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഒന്നും ഇല്ലാതെയാണ്. വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഒന്നും നടക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അമീബ, ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ അമീബ. അപ്പോൾ അമീബ എടുക്കുകയാണെങ്കിൽ അമീബയുടെ ഒരു സിംഗിൾ സെല്ല് അത് ഡിവൈഡ് ചെയ്യുന്നു, അടുത്ത 2 സെല്ലായിട്ട് മാറുന്നു അല്ലേ? ആ 2 സെല്ലുകളും ഗ്രോ ചെയ്യുന്നു, മെച്ചർ ആകുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അടുത്ത സെല്ലുകളായിട്ട് മാറുന്നു. അവിടെ ഓരോ അമീബകളല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? അതായത് ഒരു അമീബ ഒരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്തല്ലേ 2ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിംഗിൾ പാരന്റ് അല്ല ഉള്ളൂ. അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇൻവോൾവ്മെന്റ് ഓഫ് സിംഗിൾ പാരന്റ്. ഒരൊറ്റ പാരന്റ് മതി അവിടെ റീപ്രൊഡക്ഷൻ നടന്നോളൂ. ഓക്കെ, ഇപ്പൊ ഒരു റോസാച്ചെടിയുടെ കമ്പ് മുറിച്ച് നമ്മൾ നടുന്നു, അതേപോലെയുള്ള അടുത്ത റോസാച്ചെടി ഉണ്ടാവുന്നു അല്ലേ? അവിടെ ഒരു ചെടി പോരെ, 2 ചെടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അതായത് ഒരു സിംഗിൾ പാരന്റ് മാത്രം മതി ഏത് റീപ്രൊഡക്ഷന്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഇനി വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഇവിടെ എന്ത് നടക്കുന്നില്ല? ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അതായത് ഇവിടെ അമീബ ഡിവൈഡ് ചെയ്ത സമയത്ത് ഗ്യാമേറ്റ്സ് ഉണ്ടായോ? ഇല്ല, ഗ്യാമേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ഗ്യാമേറ്റ്സിന്റെ ഫോർമേഷനേ ഇവിടെ നടന്നില്ല. ഒരു റോസാ ചെടിയുടെ കമ്പ് മുറിച്ച് അടുത്ത ചെടിയായിട്ട് നട്ട് അടുത്ത പ്ലാന്റ് ഉണ്ടായപ്പോൾ അവിടെ ഗ്യാമേറ്റ്സ് ഉണ്ടായോ? അതിന്റെ ഫ്യൂഷൻ നടന്നോ? ഇല്ല. എന്നാൽ ചിലയിടത്തൊക്കെ ഗ്യാമേറ്റ്സ് ഉണ്ടാകാറുണ്ട്, പക്ഷേ അവിടെ ഫ്യൂഷൻ നടക്കാറില്ല. മനസ്സിലായോ? ചില ഓർഗാനിസങ്ങളിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാകാറേയില്ല, ചിലതിൽ എന്ത് ചെയ്യും? ഗ്യാമേറ്റ്സ് ഉണ്ടാകും, പക്ഷേ അവിടെ എന്ത് നടക്കുന്നില്ല? ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഗ്യാമേറ്റ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ എന്ത് നടക്കുന്നില്ല? ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ് ഫ്രം എ സിംഗിൾ പാരന്റ് വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കാതെ ഒരു സിംഗിൾ പാരന്റിൽ നിന്നും തന്നെ
ഓസ്പ്രിങ്സ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസങ്ങൾക്ക് എക്സാമ്പിൾ നോക്കണം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമലി നമ്മുടെ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട് കേട്ടോ. നോർമലി നമ്മൾ 1-2 എക്സാമ്പിൾ പറയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അമീബയൊക്കെ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിലല്ലേ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഠിക്കേണ്ട അടുത്ത പോയിന്റ് ആണ്. ഇവിടെ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നില്ല ഇല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ജെനറ്റിക് വേരിയേഷൻസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവിടെ എന്ത് നടക്കുന്നില്ല? ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കുന്നില്ല? ജെനറ്റിക് വേരിയേഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. there is no variations. No variations. ഓക്കെ, ജെനറ്റിക് വേരിയേഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. അടുത്ത എന്താണ് പഠിക്കേണ്ടത്? നോക്കിയേ, ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിന്റെ പ്രത്യേകതയാണ്. ഓസ്പ്രിങ്സ് എങ്ങനെയാണ്? they are morphologically and genetically similar. Morphologically and genetically similar. ഓർഗാനിസംസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് എങ്ങനെയായിരിക്കും? they are morphologically and genetically similar. മോർഫോളജിക്കലി ജെനറ്റിക്കലി എങ്ങനെയായിരിക്കും? സിമിലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ റോസാച്ചെടി എടുത്തു കഴിഞ്ഞാൽ ഒരു റോസാച്ചെടി പാരന്റ് എങ്ങനെയാണോ കാഴ്ചയിൽ അതേപോലെ തന്നെ ആയിരിക്കും ഓസ്പ്രിങ്ങും. ഓക്കെ, ആ പുതിയ ചെടിയും പാരന്റ് ചെടി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് അല്ലെ കാഴ്ചയിൽ. അതാണ് മോർഫോളജി. ഇനി ജെനറ്റിക്കലി നോക്കിയാൽ ആ റോസാ ചെടിയുടെ ജെനറ്റിക് മേക്കപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ജെനറ്റിക് മേക്കപ്പ് ആയിരിക്കും ഉണ്ടാകുന്ന ചെടിക്കും. ഓക്കെ, ഇനി അമീബയുടെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ഈ അമീബ എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആയതുകൊണ്ടാണ് കേട്ടോ. യൂണിസെല്ലുലാർ ഓർഗാനിസം ഇപ്പൊ ബാക്ടീരിയ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്തു, 2 സെല്ലുണ്ടായി. ആദ്യത്തെ സെല്ലില് എങ്ങനെയാണോ ആദ്യത്തെ സെല്ല് കാണാൻ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് രണ്ടാമത്തെ സെല്ല്. മോർഫോളജിക്കലി സിമിലർ ആണ്. ഓക്കെ, രണ്ടാമത് ഫോം ചെയ്യുന്ന സെല്ല്. ഇനി ഉണ്ടായ സെല്ലിന്റെ പ്രത്യേകത എന്താ? പാരന്റ് എങ്ങനെയാണോ പാരന്റിന്റെ പോലെ തന്നെയൊക്കെ ജെനറ്റിക്കലി സിമിലർ ആണ് അവരും. മനസ്സിലായോ? അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ ആണ്. എത്ര അമീബകൾ ഉണ്ടായാലും എല്ലാ അമീബകളും കാഴ്ചയിലും ജെനറ്റിക്കലി എല്ലാം ഒരേപോലെയാണ്. എത്ര റോസാ ചെടികൾ ഉണ്ടായാലും അവരെല്ലാം ഒരേപോലെയാണ്. അതാണ് അവരുടെ പ്രത്യേകത. കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഗ്യാമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വേരിയേഷനും ഉണ്ടാകുന്നില്ല. എല്ലാവരും ഒരേപോലെ ഇരിക്കും. ഓക്കെ, അത്രയുമാണ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ആ ഒരു ഫീച്ചേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഈ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കുക. എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം പല രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഞാൻ സെക്ഷൽ റീപ്രൊഡക്ഷനൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്. ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. അപ്പോ മെയിൽ ഗ്യാമേറ്റും വേണം, ഫീമെയിൽ ഗ്യാമേറ്റും വേണം. അത് തമ്മിൽ ഫ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ഇവിടെ എന്ത് നടക്കുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് വേണം? 2 ഓർഗാനിസങ്ങൾ വേണം റീപ്രൊഡക്ഷൻ നടക്കാൻ, അല്ലേ? അതായത് 2 പാരന്റ്സ് വേണം. ആ 2 പാരന്റ്സ് എങ്ങനെയായിരിക്കണം? 2 മെയിൽസ് ആയിരിക്കണോ? അല്ലെങ്കിൽ 2 ഫീമെയിൽസ് ആയിരിക്കണോ?
അല്ല, എങ്ങനെയായിരിക്കണം? ഒരു മെയിലും ഒരു ഫീമെയിലും ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇൻവോൾവ്മെന്റ്സ് ഓഫ് ടു പാരന്റ്സ്, ദാറ്റ് ഈസ് എ മെയിൽ പാരന്റ് ആൻഡ് എ ഫീമെയിൽ പാരന്റ്. ഓക്കെ, ടു പാരന്റ്സ്, ഒരു മെയിൽ പാരന്റിന്റെയും ഒരു ഫീമെയിൽ പാരന്റിന്റെയും പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അവിടെ മസ്റ്റ് ആയിട്ട് എന്ത് നടന്നിരിക്കണം? ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കണം. ഓക്കെ, ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടന്നെങ്കിലേ അവിടെ എന്ത് നടക്കൂ? റീപ്രൊഡക്ഷൻ നടക്കൂ. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിംഗ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് എന്നാണ് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നു? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റിന്റെയും ഫീമെയിൽ ഗ്യാമേറ്റിന്റെയും എന്ത് നടക്കുന്നു? ഫ്യൂഷൻ നടക്കുന്നു. നെക്സ്റ്റ്, ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇതിനൊരു എക്സാമ്പിൾ എന്ത് വരും? എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ, നമ്മള് അല്ലേ? നമ്മളില് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ നടക്കുന്നത്? മെയിൽ പാരന്റും കാണും, ഫീമെയിൽ പാരന്റും കാണും. ആ ഗ്യാമേറ്റ്സ് രണ്ടിടത്തും ഫോം ചെയ്യും, അത് ഫ്യൂസ് ചെയ്യും, എന്നിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഹ്യൂമൻസ്. ഓക്കെ ആണല്ലോ. പിന്നീട് ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞു, അടുത്ത വേരിയേഷൻ അല്ലേ? ഇവിടെ ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് നടക്കുന്നുണ്ട്? വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. വേരിയേഷൻസ് ഒക്വർ. ഓക്കെ, വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എല്ലാം ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല, അവർക്കിടയിൽ എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓസ്പ്രിങ്സ് ആർ നോട്ട് സിമിലർ. മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിരിക്കും, പക്ഷെ അവരിലെ മോർഫോളജിക്കലി എന്ത് വരും? വേരിയേഷൻസ് വരും. ജെനറ്റിക് വേരിയേഷനും വരുന്നുണ്ട്, അതുകൊണ്ടാണ് മോർഫോളജിയിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, എങ്കിലും നമ്മളിപ്പോ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി ഒരു മനുഷ്യക്കുട്ടി തന്നെ ആയിരിക്കും, പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാനും നിങ്ങളും എല്ലാം വ്യത്യസ്തരായിരിക്കുന്നത്. അവിടെ ഓസ്പ്രിങ്സിനിടയിൽ എന്തുണ്ട്? പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവര് മോർഫോളജിക്കലി ജെനറ്റിക്കലി ഒരേപോലെയാണ്, ഒരു വ്യത്യാസങ്ങളും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെയും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ പഠിക്കണം. കാരണം ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ എക്സാമിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു അസെക്ഷൽ ആൻഡ് സെക്ഷൽ. In asexual reproduction, it is the process of production of offsprings from a single parent. സിംഗിൾ പാരന്റിന്റെ സഹായത്തോടു കൂടിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണ്? വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സ് ഉണ്ടാകാതെയാണ് നടക്കുന്നത്. ഗ്യാമേറ്റ്സ് ഫ്യൂഷൻ ഉണ്ടാകാതെയാണ് നടക്കുന്നത്. ഗ്യാമേറ്റ്സ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, എനിവേ, പക്ഷേ ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓസ്പ്രിങ്സ് വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരന്റ്സ്, ദാറ്റ് ഈസ് എ മെയിൽ പാരന്റ് ആൻഡ് എ ഫീമെയിൽ പാരന്റ്. അവിടെ രണ്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. സെക്ഷൽ ആണെങ്കിൽ അതിന് എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്. നെക്സ്റ്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ദർ ഈസ് നോ വേരിയേഷൻ. ഒരു വേരിയേഷൻസും ഉണ്ടാകുന്നില്ല. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി
അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓസ്പ്രിങ്സ് എല്ലാം എങ്ങനെയായിരിക്കും? മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിരിക്കും. കാഴ്ചയിലും ഒരുപോലെ ഇരിക്കും, ജെനറ്റിക് മേക്കപ്പും ഒരുപോലെ, ഒരു വ്യത്യാസവും ഇല്ല. ഇനി എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഓർഗാനിസങ്ങളെ നോക്കിയാൽ, ഓസ്പ്രിങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ദേ ആർ ഡിസിമിലർ. എങ്ങനെ ആയിരിക്കത്തില്ല? സിമിലർ ആയിരിക്കത്തില്ല. മോർഫോളജിക്കലി ജെനറ്റിക്കലി അവിടെ എന്ത് വരുന്നുണ്ട്? വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇതാണ് രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട ചാർട്ട്. ഇത് ഇതുപോലെ തന്നെ പഠിക്കണം, പഠിച്ചേ പറ്റൂ. കാരണം എങ്ങനെയൊക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് നമുക്ക് എഴുതാൻ പറ്റണം. ഡിഫറൻസ് ബിറ്റ്വീൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇനി ഇവിടുന്ന് ചോദിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ബാക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് മോർ കൺവീനിയന്റ്? എന്താണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കുക. വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് മോർ കൺവീനിയന്റ് അല്ലെങ്കിൽ മോർ ബെറ്റർ, അസെക്ഷൽ ഓർ സെക്ഷൽ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ കൂടുതൽ ബെറ്റർ ടൈപ്പ് റീപ്രൊഡക്ഷൻ? വൈ? എന്തുകൊണ്ട്? ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് മോർ ബെറ്റർ? വൈ? ഏതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും കേട്ടോ. ആൻസർ ചെയ്യേണ്ട എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് മോർ ബെറ്റർ ദാൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? there occur the fusion of male and female gamete. അവിടെ മെയിൽ ഗാമറ്റിന്റെയും ഫീമെയിൽ ഗാമറ്റിന്റെയും ഫ്യൂഷൻ നടക്കുന്നുണ്ട്. thereby variations occur. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? വേരിയേഷൻസ് ഉണ്ടാകുന്നു. വേരിയേഷൻസ് ആർ ദ ബേസിക്സ് ഓഫ് എവല്യൂഷൻ. അല്ലേ? പരിണാമത്തിന്റെ അടിസ്ഥാനം എന്താണ്? വേരിയേഷൻസ് ആണ്. ഓക്കെ, വേരിയേഷൻസ് ആർ ദ ബേസിക്സ് ഓഫ് എവല്യൂഷൻ. അല്ലേ? എവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഓർഗാനിസങ്ങള് കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് നേടിക്കൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ഉണ്ടാകുന്നു. അല്ലേ? അതാണ് എവല്യൂഷൻ. അപ്പോ അവിടെ എവല്യൂഷന്റെ അടിസ്ഥാനം എന്താണ്? വേരിയേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കണ്ടീഷൻസിലും ഓർഗാനിസങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ഉണ്ടാകുന്ന റീപ്രൊഡക്ഷൻ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ മോർ കൺവീനിയന്റ്. മനസ്സിലായോ? അപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മോർ ബെറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പോ എക്സാമിന് ചോദിക്കുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം ആ ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് മോർ ബെറ്റർ, സെക്ഷൽ ഓർ അസെക്ഷൽ? വൈ? എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് മോർ ബെറ്റർ ദാൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബിക്കോസ് there occur the fusion of male and female gametes. thereby variations occur. അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? വേരിയേഷൻസ് ഫോം ചെയ്യുന്നു. വേരിയേഷൻസ് ആർ ദ ബേസിക്സ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിന്റെ അടിസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബെറ്റർ. അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറയുന്നത്? ബെറ്റർ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അവിടുന്ന് ചോദിക്കുന്ന നല്ല ഹോട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചാലും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അതൊന്നും നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ പോയിന്റ്സ് എല്ലാം. അത്രയാണ്. നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റ്സും വളരെ വേണ്ടപ്പെട്ടതാണ്. എക്സാമിന് എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും പഠിച്ചു. ഇവിടെ നമുക്ക് പഠിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതാണ് ക്ലോൺ. എന്താണ് ക്ലോൺ? എന്താണ് ക്ലോൺ എന്ന് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, അവിടെ എല്ലായിടവും നമുക്ക് ക്ലോൺ കാണാൻ പറ്റും. ക്ലോൺ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ എവിടെ വേണമെങ്കിലും ചോദിക്കാം. എല്ലാ എക്സാമിനും നിങ്ങൾ നോക്കിയാൽ മതി. ഇംപ്രൂവ്മെന്റ് എക്സാം ആയാലും അല്ലെങ്കിൽ ഫൈനൽ എക്സാം ആയാലും ഏത് എക്സാം നോക്കിയാലും
എവൻ നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഇട്ടാൽ പോലും അവിടെയും ചോദിക്കും ക്ലോൺ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണത് കേട്ടോ. അപ്പോൾ എന്താണ് ക്ലോൺ എന്ന് പഠിക്കണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എളുപ്പമാണ്, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോജനിയുടെ പ്രത്യേകത പറഞ്ഞു അല്ലേ? എന്താ അതിന്റെ പ്രത്യേകത? ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഓർഗാനിസംസ്. അവരെങ്ങനെയായിരിക്കും? മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസങ്ങളായിരിക്കും. ദേ ആർ ദ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പാരൻസ്. അവരുടെ പാരൻസിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. ഓക്കെ, ദേ ആർ ദ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പാരൻസ്. അവരുടെ പാരൻസിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പറഞ്ഞ റോസാ ചെടിയുടെ കാര്യം തന്നെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പ്ലാന്റിൽ നിന്നും അടുത്ത ഒരു റോസാ ചെടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു റോസാ ചെടിയുടെ കമ്പ് നമ്മൾ മുറിച്ച് മൂന്നാല് കമ്പ് മുറിച്ചിട്ട് ഇങ്ങനെ നട്ടുവെച്ചു. അതെല്ലാം പുതിയ ചെടികളായി. നോക്കിയേ, ആ ചെടി, ആ പുതിയതായിട്ടുണ്ടായ റോസാ ചെടികളെന്ന് പറയുന്നത് പാരന്റിന്റെ എക്സാക്ട് കോപ്പി അല്ലേ? ഫോട്ടോ കോപ്പി എടുത്തതുപോലെ ഇരിക്കുമല്ലേ? ഇലകളായാലും ഉണ്ടാകുന്ന പൂവായാലും സ്റ്റെം ആയാലും എല്ലാം ഒരേപോലെ തന്നെയല്ലേ? മോർഫോളജിക്കലി ജെനറ്റിക്കലി എങ്ങനെയാണ്? സിമിലർ ആണ്. മനസ്സിലായോ? ഇങ്ങനെ മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോൺ എന്താണെന്ന് മനസ്സിലായല്ലോ. എക്സാമിന് ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്ലോൺ? ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഓർഗാനിസംസ്. They are the exact copies of their parents. അവരെന്താണ്? അവരുടെ പാരൻസിന്റെ എക്സാക്ട് കോപ്പീസ് ആണ്. സച്ച് മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള പാരൻസിനെ, സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ഓർഗാനിസംസ് ആർ കാൾഡ് ക്ലോൺ. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എന്താണ് ക്ലോൺ? ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പറഞ്ഞു പഠിക്കുക. ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. ദേ ആർ ദ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പാരൻസ്. സച്ച് മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ individuals are called clones. Okay, morphologically genetically similar individuals are called clones. മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് ക്ലോൺസ്? ദ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. They are exact copies of their parents. Such morphologically genetically similar individuals are called clones. അവരെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ക്ലോണിന്റെ ഫോർമേഷൻ അത് എന്തിന്റെ ഒരു ഫീച്ചർ ആണ്? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു പ്രത്യേകതയാണ് ഫോർമേഷൻ ഓഫ് ക്ലോൺ. അവിടെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം എന്തായിരിക്കും? അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം എന്തായിരിക്കും? ദേ ആർ ക്ലോൺ. അവരെങ്ങനെയായിരിക്കും? ക്ലോൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അത് വളരെ അത്യാവശ്യമായിട്ടുള്ള പോയിന്റ് ആണ്, പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പലതരത്തിലുള്ള മെത്തേഡ്സ് നോക്കാം. ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക,
സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും ഹയർ ഓർഗാനിസങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത്. ലോവർ ഓർഗാനിസങ്ങളിലാണ് കൂടുതലായിട്ടും എന്ത് നടക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കിങ്ഡവും വെച്ചിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിട്ട് വരുന്നതും. നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തന്നിട്ടുണ്ട്, നമ്മളത് ഓരോ കിങ്ഡത്തിന്റെ ബേസിൽ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ലോവർ ഓർഗാനിസംസിൽ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡങ്ങളില്ലേ? അതിലേറ്റവും ലോവർ ആരാണ്? കിങ്ഡം മൊനീറ, അത് കഴിഞ്ഞ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, അത് കഴിഞ്ഞ് കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ, അങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളവരാണ് ആര്? കിങ്ഡം മൊനീറയിലും പ്രൊട്ടിസ്റ്റയിലും വരുന്നവർ. അതിൽ തന്നെ സിമ്പിൾ ആണ് കിങ്ഡം മൊനീറ അല്ലേ? അപ്പോൾ കിങ്ഡം മൊനീറയിലെ മെമ്പേഴ്സ് പ്രധാനമായിട്ടും ആരാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബാക്ടീരിയകളാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ബാക്ടീരിയയുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ് ബാക്ടീരിയ. ബാക്ടീരിയയിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മെത്തേഡിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്സാമിന് എന്താണ് വേർഡ് പെയർ റിലേഷൻഷിപ്പ്, മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പേരെന്താണെന്ന് പഠിക്കണം. എന്താണ്? മറ്റൊന്നുമല്ല, ബൈനറി ഫിഷൻ. എന്താണ്? ബൈനറി ഫിഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ബൈനറി ഫിഷൻ. ബൈനറി എന്ന് വെച്ചാൽ എന്താ? ബൈ മീൻസ് 2, 2. ഫിഷൻ എന്ന് വെച്ചാൽ എന്താ? സ്പ്ലിറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഡിവൈഡിങ് പ്രോസസ് അല്ലേ? ബൈനറി ഫിഷൻ എന്ന് വെച്ചാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് എന്തിൻ്റെ ആയിരുന്നു? അമീബയുടെ ആയിരുന്നു തന്നിട്ടുള്ളത് അല്ലേ? അമീബയുടെ ബൈനറി ഫിഷന്റെ ഒരു ഫിഗർ, ഒരു ചാർട്ട്, ജസ്റ്റ് ഒരു പിക്ചറായിട്ട് ആ ഒരു പ്രോസസ്സ് ഒന്നും കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2ആയിട്ട് മാറും. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ഇതൊരു ബാക്ടീരിയൽ സെല്ലായിരിക്കും. ഓക്കെ, ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് 2ആയിട്ട് ദേ ഇങ്ങനെ വരും. അതായത് ഡിവൈഡ് ചെയ്തില്ല, ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ 2ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഡിവൈഡ് ചെയ്യും. സെല്ലുലാർ ഡിവിഷൻ നടക്കും. നടന്നിട്ട് ഇത് 2 സെല്ലുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സെല്ലായിരുന്നു, അതിൽ ജനറ്റിക് മെറ്റീരിയൽ 2ആയിട്ട് മാറി. എന്നിട്ട് പിന്നീട് സെല്ല് 2ആയിട്ട് മാറി. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ല് ഫോം ചെയ്തു. ക്ലിയർ ആയോ? ഇതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയകൾ, ഏറ്റവും സിമ്പിൾ ഓർഗാനിസങ്ങളായ ബാക്ടീരിയകളിൽ ഏത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്? ബൈനറി ഫിഷൻ ആണ്. ബാക്ടീരിയ ബൈനറി ഫിഷൻ, ബാക്ടീരിയ ബൈനറി ഫിഷൻ ഓർത്ത് വെക്കുക, മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഈക്വൽ ഡിവിഷൻ ആണ്. അതായത് ഒരു സെല്ല് നേരെ പകുതിയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതായത് നേരെ പകുതിയായിട്ട് ഒരു സെല്ല് എക്സാക്ട് പകുതിയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഉണ്ടാകുന്ന 2 സെല്ലുകളും ഒരേപോലെ ഈക്വൽ ആയിട്ടായിരിക്കും അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് എല്ലാം. ഈക്വൽ ഡിവിഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ബൈനറി ഫിഷൻ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് അടുത്ത കിങ്ഡത്തിലേക്ക് പോകാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിങ്ഡം അല്ലെ? കിങ്ഡം മൊനീറ കഴിഞ്ഞ് അടുത്ത വരുന്ന എന്താണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റ അല്ലെ? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ അവിടെയും യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ് ഉള്ളത്. ആണല്ലോ? ആണ്. അപ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ആദ്യം നമുക്ക് ആരെ നോക്കാം? പാരമീസിയത്തെ നോക്കാം. ഓക്കെ, പാരമീസിയം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, സിംഗിൾ സെൽഡ് ആണ്. അതിലും നടക്കുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്താണ്? ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ. ഓക്കെ, അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? 2ആയിട്ട് മാറുന്നു. ഇനി ഇതേപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന അടുത്ത ഒരാളാണ് യുഗ്ലീന അല്ലെ?
യുഗ്ലീന. യുഗ്ലീനയിലും എന്ത് തന്നെയാണ് നടക്കുന്നത്? ബൈനറി ഫിഷൻ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന അടുത്ത ആളാണ് അമീബ. ടെക്സ്റ്റിൽ അതിന്റെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? അമീബ. അമീബയിലും എന്ത് തന്നെയാണ് നടക്കുന്നത്? ബൈനറി ഫിഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കിങ്ഡം മൊനീറയിലെയും കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെയും ഓർഗാനിസങ്ങൾ എങ്ങനെയാണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങളാണ്. അതായത് ഏറ്റവും ലോ ലെവലിലുള്ള ഓർഗാനിസങ്ങളാണ്. അപ്പോ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ കോമൺ ആയിട്ട് നടക്കുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ ഏതാണ്? ബൈനറി ഫിഷൻ ആണ്. എളുപ്പമല്ലേ പഠിക്കാൻ? ഏതാണ്? ബൈനറി ഫിഷൻ. കാരണം ഇവർ രണ്ടുപേരും എന്താണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു, മെച്ചുവർ ആകുന്നു. മെച്ചുവർ സെല്ല് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പുതിയ സെല്ലായിട്ട് മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. അപ്പൊ ഇനി മറന്നു പോകത്തില്ലല്ലോ. ബൈനറി ഫിഷൻ എവിടെയൊക്കെയാ ഉള്ളത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൊനീറയിൽ വരുന്ന ബാക്ടീരിയകളില്, പിന്നെ അതിനോട് ചേർന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് എങ്കിലും സിമ്പിൾ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഏതാണ്? നമ്മുടെ യുഗ്ലീന, പാരമീസിയം, അമീബ ഇവയിലൊക്കെ എന്താ നടക്കുന്നത്? അവിടെ ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, അവിടെ ഒരു സെല്ല്, അവരുടെ ബോഡിയിൽ നടക്കുന്ന ഒരു സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ അമീബയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമീബ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് റീപ്രൊഡക്ഷനിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ വേറൊരു പ്രോസസ്സ് കൂടി കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അമീബ അൺഫേവറബിൾ കണ്ടീഷനിൽ കാണിക്കുന്ന റീപ്രൊഡക്ഷന്റെ പേരാണ് സ്പോറുലേഷൻ. എന്താണ്? സ്പോറുലേഷൻ. അപ്പോ അമീബയില് അൺഫേവറബിൾ കണ്ടീഷനിൽ കാണിക്കുന്ന റീപ്രൊഡക്ഷന്റെ പേരെന്താണ്? സ്പോറുലേഷൻ എന്നാണ്. എളുപ്പമാണ്. അപ്പോ എന്താണ് സ്പോറുലേഷൻ എന്ന് നോക്കാം. അപ്പോ ഏത് കണ്ടീഷനിലാണ് നടക്കുന്നത്? അൺഫേവറബിൾ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ നടക്കുന്നതാണ്. എവിടെയാണ്? അമീബയില് അൺഫേവറബിൾ കണ്ടീഷനിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് എന്ത്? സ്പോറുലേഷൻ. ഇറ്റ് ഈസ് ദ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ അമീബ ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ ഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ ഏതായിരിക്കും? ബൈനറി ഫിഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്പോറുലേഷനിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മുടെ അമീബയുടെ ഫീച്ചർ എങ്ങനെ വരും? ഇങ്ങനെയല്ലേ ഒരു അമീബ ഇരിക്കുന്നത്? ഇങ്ങനെയല്ലേ ഒരു അമീബ ഇരിക്കുന്നത്? അപ്പൊ ഇതാണ് ഒരു അമീബ. അപ്പോ അൺഫേവറബിൾ കണ്ടീഷൻ ആവുന്ന സമയത്ത് ഈ അമീബ എന്തോ ചെയ്യുമെന്നറിയാവോ? ഈ ഒരു ഷേപ്പില്ലേ, അതായത് ഇങ്ങനെയുള്ള ഈ വളഞ്ഞിരിക്കുന്നതിനെ അതിന്റെ സ്യൂഡോപോഡിയ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ ഈ അമീബ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഈ ഒരു ഷേപ്പിൽ നിന്നും ഈ ഒരു സർക്കുലാർ ഷേപ്പിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പിലേക്ക് വന്നിട്ട് ഈ സെല്ലിന്റെ, അതായത് അമീബയുടെ സെല്ലിനെ ചുറ്റും കവർ ചെയ്തുകൊണ്ട് 3 ലെയറിലുള്ള ഒരു കവറിങ് വരും. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു കവറിങ് എവിടെ വരുന്നു? സെല്ലിന് ചുറ്റും വരുന്നു. ഏത് കണ്ടീഷനില്? അൺഫേവറബിൾ കണ്ടീഷനില്. ഇങ്ങനെ സെല്ലിന് ചുറ്റും ഈ 3 ലെയർ ആയിട്ട് വരുന്ന ഈ കവറിങ്ങിനെ വിളിക്കുന്ന 3 ലെയേർഡ് കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റ്. എന്താണ്? സിസ്റ്റ്. ഓക്കെ, അപ്പോ ഇറ്റ് സെക്രീറ്റ് എ 3 ലെയേർഡ് ഹാർഡ് കവറിംഗ് അറൌണ്ട് ദ സെല്ല് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. സെല്ലിന് ചുറ്റും എന്ത് ചെയ്യുന്നു? 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് കവറിംഗ് ഫോം ചെയ്യുന്നു. ദിസ്
കവറിംഗ് ഈസ് കാൾഡ് സിസ്റ്റ്. ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? സിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സിസ്റ്റ് ഫോം ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. എന്താണ്? എൻസിസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് പ്രോസസ് ഈസ് കാൾഡ് എൻസിസ്റ്റേഷൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? എൻസിസ്റ്റേഷൻ എന്നാണ്. ക്ലിയർ? ഇനി ഡ്യൂറിംഗ് ഫേവറബിൾ കണ്ടീഷൻ, ഫേവറബിൾ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിസ്റ്റിനുള്ളിൽ വെച്ചിട്ട്, എവിടെ വെച്ചിട്ടാണ്? സിസ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ അമീബയുടെ സെല്ല് മൾട്ടിപ്പിൾ ഡിവിഷന് വിധേയമാകും. അതായത് മൾട്ടിപ്പിൾ ഡിവിഷൻ എന്ന് വെച്ചാൽ ഒരു സെല്ല് ഒരുപാടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ബൈനറി ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനല്ല, ഒരു സെല്ല് എന്ത് ചെയ്യും? ഒരുപാടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. നോക്കിയേ, അപ്പോൾ ഇതാണ് നമ്മുടെ അമീബയുടെ സെല്ല്. അതിന് ചുറ്റും വരുന്ന 3 ലെയേർഡ് കവറിംഗ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഒരുപാടായിട്ട് ആദ്യം അങ്ങ് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോ ന്യൂക്ലിയസിന്റെ ചുറ്റും എന്ത് ഫോം ചെയ്യും? സൈറ്റോപ്ലാസം ഫോം ചെയ്യും. മനസ്സിലായോ? ഓരോ ന്യൂക്ലിയസിന്റെ ചുറ്റും എന്ത് ഫോം ചെയ്യുന്നു? സൈറ്റോപ്ലാസം ഫോം ചെയ്യുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നു. അപ്പോൾ ഒരു സെല്ലായിരുന്ന അമീബ ഇപ്പൊ എന്തായിട്ട് മാറി? കുറേ സെല്ലുകളായിട്ട് മാറി. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു സെൽസിലെ, ഈ കുഞ്ഞു കുഞ്ഞു സെൽസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയോസ്പോർസ്. എന്താണ്? സ്യൂഡോപോഡിയോസ്പോർസ്. എന്തായിട്ട് മാറുന്നു? സ്യൂഡോപോഡിയോസ്പോർസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ സ്യൂഡോപോഡിയോസ്പോർസ് എന്ന് വെച്ചാൽ എന്താ? അമീബയുടെ സെല്ല് കുഞ്ഞു കുഞ്ഞായിട്ട് ഡിവൈഡ് ചെയ്തുണ്ടായ ഈ ചെറിയ ചെറിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയോസ്പോർസ്. എപ്പോഴാ ഡിവൈഡ് ചെയ്യുന്നത്? ഫേവറബിൾ കണ്ടീഷനിൽ. ഓക്കെ, അപ്പോ ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഇങ്ങനെ സ്യൂഡോപോഡിയോസ്പോർസ് ഫോം ചെയ്യും. എന്നിട്ട് നമ്മുടെ സിസ്റ്റ് വാളില്ലേ, നേരത്തെ ഇവിടെ ഫോം ചെയ്ത 3 ലെയേർഡ് സ്ട്രക്ചർ ഇല്ലേ, അതെന്ത് ചെയ്യും? അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. സിസ്റ്റ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഉള്ളിലുള്ള സ്യൂഡോപോഡിയോസ്പോർസിലെ അതിനെയെല്ലാം പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു? കം ഔട്ട്, പുറത്തേക്ക് വരുന്നു. അപ്പൊ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാ? നമ്മുടെ സിസ്റ്റ് വാള് ബ്രേക്കപ്പ് ആവും. ഓക്കെ, ബ്രേക്കപ്പ് ആയിട്ട് ഉള്ളിലുള്ള സെൽസ് ഇല്ലേ, നോക്കിയേ, ഉള്ളിലുള്ള സെൽസ് ഇല്ലേ, ഈ ഉള്ളിലുള്ള സെൽസ് എല്ലാം എങ്ങോട്ട് വരും? പുറത്തേക്ക് വരും. കണ്ടോ? ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ഇത് നടന്നു, അതിനുശേഷം ഇത്, അതിനുശേഷം ഇത്. ഓക്കെ, ഉള്ളിലുള്ള സിസ്റ്റ് വാള് ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് സ്പോറുലേഷൻ. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ സ്യൂഡോപോഡിയോസ്പോർസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഈ പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് സ്പോറുലേഷൻ. എന്നിട്ട് ഈ പുറത്തേക്ക് വരുന്ന സ്പോർസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്ത് പുതിയ പുതിയ അമീബകളായിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ നടക്കുന്ന ആ ഒരു സ്പോറുലേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഒരു വട്ടം കൂടി പറയാം, ശ്രദ്ധിച്ചേ. എന്താണ് സ്പോറുലേഷൻ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ അമീബ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. ഓക്കെ, അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബയിൽ ഉണ്ടാകുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എന്ത്? സ്പോറുലേഷൻ. എന്നാൽ ഫേവറബിൾ കണ്ടീഷനിൽ എങ്ങനെയാ? ഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാകുന്നത് ബൈനറി ഫിഷൻ ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു? എ 3 ലെയേർഡ് ഹാർഡ് കവറിംഗ് ഈസ് ഫോംഡ് അറൌണ്ട് ദ സെല്ല്. സെല്ലിന് ചുറ്റും 3 ലെയേർഡ് ആയിട്ടുള്ള ഹാർഡ് കവറിംഗ് ഫോം ചെയ്യുന്നു. ദിസ് 3 ലെയേർഡ് കവറിംഗ് ഈസ് കാൾഡ് സിസ്റ്റ്. ഈ 3 ലെയേർഡ് കവറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? സിസ്റ്റ്.
the formation of cyst is called encystation. ഇങ്ങനെ സിസ്റ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. ഓക്കെ, അപ്പോ അൺഫേവറബിൾ കണ്ടീഷനിൽ നമ്മുടെ സിസ്റ്റിനുള്ളിലായിരിക്കും ആര്? അമീബ. അപ്പോ പുറത്തുള്ള എക്സ്റ്റേണൽ ആ ഒരു എന്താ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനെ എല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അമീബ സിസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കും. ഇനി ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സിസ്റ്റിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതിയോ? പുറത്ത് വരണ്ടേ? വരണം. അപ്പോ ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ അമീബയുടെ സെല്ല്, ദ സെൽ അണ്ടർഗോ മൾട്ടിപ്പിൾ ഡിവിഷൻ. ഓക്കെ, സെൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഡിവിഷന് വിധേയമാകുന്നു. ആൻഡ് ഫോം മെനി മൈന്യൂട്ട് അമീബൽ സെല്ല്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് അമീബൽ സെല്ല് ഫോം ചെയ്യുന്നു. ദേ ആർ കാൾഡ്. അങ്ങനെ ഫോം ചെയ്യുന്ന ആ മൈന്യൂട്ട് ആയിട്ടുള്ള സെൽസിന്റെ പേരെന്താണ്? സ്യൂഡോപോഡിയോസ്പോഴ്സ്. കണ്ടോ, ഇതാണ് ഈ ഉള്ളിലിരിക്കുന്നതാണ് സ്യൂഡോപോഡിയോസ്പോഴ്സ്. ദെൻ ദ സിസ്റ്റ് വാൾ ബ്രേക്കപ്പ്. സിസ്റ്റ് വാൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? the pseudopodospores are released into the external medium. External mediumത്തിലേക്ക് നമ്മുടെ pseudopodosporesനെ പുറത്തേക്ക് കൊടുക്കുന്നു, റിലീസ് ചെയ്യുന്നു. These spores grow and mature become എന്താണ്? അമീബ. It grow and become mature amoeba. അത് ഗ്രോ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? മെച്ചുവർ അമീബയായിട്ട് മാറുന്നു. This process is called sporulation. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ അത്രയും മെത്തേഡ് നമുക്ക് തൽക്കാലം ഇന്ന് പഠിക്കാം. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് മെത്തേഡ്സ് കൂടി ഉണ്ട് കേട്ടോ. സിമ്പിൾ ആണ്, എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ലൈഫ് സ്പാൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ലൈഫ് സ്പാൻ? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫില് ബർത്തിന്റെയും നാച്ചുറൽ ഡെത്തിന്റെയും ഇടയിലുള്ള പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി സിംഗിൾ സെൽഡ് ഓർഗാനിസങ്ങൾക്ക് എന്തില്ല? നാച്ചുറൽ ഡെത്ത് ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ലൈഫ് സ്പാൻ ഒരിക്കലും ബോഡിയുടെ സൈസ് ഒന്നും നോക്കിയിട്ടല്ല ലൈഫ് സ്പാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് പറഞ്ഞു റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ഇറ്റ്സ് യങ് വൺസ് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സ് സിമിലർ ടു ഇറ്റ് സെൽഫ്. ഇതൊരു ബയോളജിക്കൽ പ്രോസസ് ആണ്. അതിലൊരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു? അതിന്റെ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓഫ്സ്പ്രിങ്സ് എല്ലാം നമ്മുടെ പാരന്റിന് സിമിലർ ആയിരിക്കും. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തായിരുന്നു സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. തലമുറകൾ എത്ര കഴിഞ്ഞു പോയാലും ഒരു സ്പീഷീസിന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് സഹായിക്കുന്നത് ആരാണ്? റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സാണ്. പിന്നീട് നമ്മൾ റീപ്രൊഡക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സെക്ഷൽ എന്നും അസെക്ഷൽ എന്നും. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് എല്ലാം എങ്ങനെയായിരിക്കും? മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയിരിക്കും. എക്സാമ്പിൾ യൂണിറ്റ് സെല്ലുലാർ ഓർഗാനിസങ്ങൾ. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അവിടെ രണ്ട് പാരന്റ്സ് വേണം. പാരന്റ്സ് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കണം. പിന്നീട് ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എല്ലാം മോർഫോളജിക്കലി ജെനറ്റിക്കലി എന്തല്ല? സിമിലർ അല്ല. എക്സാമ്പിൾ എന്താണ്? ഹ്യൂമൻസ്. ഇനി ഏത് റീപ്രൊഡക്ഷൻ ആണ് ബെറ്റർ? സെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ബെറ്റർ. കാരണം അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഗ്യാമേറ്റ്സ് ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. വേരിയേഷൻസ് ആർ ദ ബേസിക്സ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിന്റെ അടിസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? വേരിയേഷൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? അതിനുശേഷം ക്ലോണിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ് ക്ലോൺ? ക്ലോൺസ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓസ്പ്രിങ്സ് ആണ്.
അവരെ വിളിക്കുന്ന പേരാണ് ക്ലോൺ. അവരുടെ പ്രത്യേകത എന്താ? ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആണ്. ദേ ആർ ദ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പാരൻസ്. പാരൻസിന്റെ എക്സാക്ട് കോപ്പിയാണ്, ഫോട്ടോ കോപ്പി പോലെ ഇരിക്കും. ഓക്കെ. പിന്നെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ടൈപ്സ് നമ്മൾ നോക്കി. അതിൽ കുറച്ച് കാര്യങ്ങളെ നോക്കിയുള്ളൂ. ഇന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് ഏറ്റവും ലോവർ ഓർഗാനിസമായ ബാക്ടീരിയ. ബാക്ടീരിയയിലെ പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവുന്നു. അത് കഴിഞ്ഞിട്ട് മൊനീറയിലെ ബാക്ടീരിയ. അത് കഴിഞ്ഞ് പ്രൊട്ടിസ്റ്റയിൽ എന്തൊക്കെ പഠിച്ചു? പാരമീസിയം, യുഗ്ലീന, അമീബ. അവിടെ എല്ലാം എന്താണ്? ബൈനറി ഫിഷൻ തന്നെ. ഇനി അമീബയിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ എന്ത് നടക്കുന്നുണ്ട്? മറ്റൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതാണ് സ്പോറുലേഷൻ. സ്പോറുലേഷൻ എന്ന് വെച്ചാൽ എന്താ? അൺഫേവറബിൾ കണ്ടീഷനിൽ നമ്മുടെ അമീബയുടെ സെല്ലിന് ചുറ്റും സിസ്റ്റ് ഫോം ചെയ്യുന്നു. പിന്നീട് ഫേവറബിൾ കണ്ടീഷനിൽ സിസ്റ്റിനുള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അമീബൽ സെല്ല് ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സ്യൂഡോപോഡിയോസ്പോർസ് ഫോം ചെയ്യുന്നു. ഫേവറബിൾ കണ്ടീഷനിൽ ഇതിനെ സിസ്റ്റ് വാള് ബ്രേക്ക് ചെയ്യുന്നു. സ്യൂഡോപോഡിയോസ്പോർസ് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എന്താണ്? സ്പോറുലേഷൻ. ഇനി പുറത്തേക്ക് വരുന്ന സ്യൂഡോപോഡിയോസ്പോർസ് എല്ലാം ഗ്രോ ചെയ്ത് എന്തായിട്ട് മാറും? മെച്ചുവർ അമീബകളായിട്ട് മാറും. ഓക്കെ ആണല്ലോ? അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.